UDF കിട്ടേണ്ട വോട്ടുകളെ എങ്ങനെയെങ്കിലും അടർത്തി മാറ്റാനുള്ള പരിശ്രമം നടത്തുക. സന്ദീപ് വാര്യർ BJP-യിൽ നിന്നാണ് രാജിവെച്ചത്. അവർക്ക് ഇല്ലാത്ത വേദനയാണ് CPM-ന്. എല്ലായ്പ്പോഴും അവർ പറയുന്ന വിമർശനം എന്താണ്? കോൺഗ്രസ് നിന്ന് BJP-യിലേക്ക് ആൾ പൊക്കോണ്ടിരിക്കുകയാണ്. അന്ന് കോൺഗ്രസ് അല്ല. ഇപ്പോൾ കോൺഗ്രസിലേക്ക് BJP-യിൽ നിന്ന് ആൾ വന്നപ്പോൾ BJP-ക്കല്ല വിമർശനം. BJP-ക്ക് വേണ്ടി ആ ജോലി മുഴുവൻ ചെയ്യുന്നത് CPM-ആണ്. ഇതിൻ്റെ അർത്ഥം പിടികിട്ടുന്നില്ല. ഇവരെങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്? പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരാശങ്കയില്ല. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യും. അല്ല, പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും UDF-ന് കിട്ടേണ്ട വോട്ടുകളെല്ലാം കൃത്യമായിട്ട് പോൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് വൈകുന്നേരം ആവട്ടെ, 5 മണിയാകുമ്പോഴല്ലേ കൃത്യമായ ചിത്രം മനസ്സിലാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വരേണ്ടവർ ഒരുപാടുണ്ടാവും. ടൗണിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം വരാൻ പ്രിഫർ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് അത് ബാധിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞ ആ വിവാദങ്ങളെല്ലാം നോക്കിക്കൊള്ളുന്നുണ്ട്. പാലക്കാട് കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എടുത്തു നോക്കിയാൽ അവിടെ മത്സരം നടക്കുന്നത് UDF-ഉം BJP-യും തമ്മിലാണ്. CPM 3-ാം സ്ഥാനത്താണ്. ഈ കഴിഞ്ഞ മത്സരം മാത്രമല്ല, കഴിഞ്ഞ 2-3-4 മത്സരം അങ്ങനെയാണ്. അവിടെ CPM-ൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? BJP-ക്കെതിരായിട്ടുള്ള ആക്രമണം. BJP-ക്കെതിരെയല്ല, പെട്ടിയായാലും വോട്ടർ പട്ടികയായാലും എന്ത് വിവാദമായാലും അവർ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുകയാണ്. അപ്പോൾ അത് ആ വിവാദങ്ങളെല്ലാം സത്യത്തിൽ ഫലത്തിൽ CPM-നെ അവരുടെ നിലപാടിനെ പുറത്ത് കാണിക്കുക ചെയ്യും. ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്.